അതിമനോഹരമായ പളുങ്കുപാത്രം പോലെയാണ് ഓരോ കവിതയും. അതിൽ സൂക്ഷ്മമായി നോക്കിയാൽ വിവിധ തരത്തിലുള്ള കലാസൃഷ്ടികൾ കാണാൻ പറ്റും. എന്നാൽ ആ പളുങ്കുപാത്രം തന്നെ ഉടഞ്ഞു പോയാൽ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ ഓരോ കവിതയും അതിൻ്റെ തനതായ രൂപം കൈവെടിയാതെ അത് ഇൻസ്പയർ ചെയ്ത് ഫീൽ ചെയ്ത് പഠിക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പാബ്ലോ നെരൂഡയുടെ കവിത ആയിട്ടുള്ള ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻ എന്ന കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാബ്ലോ നെരൂഡ 1904 മുതൽ 1973 വരെയായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു ചിലിയൻ പോയറ്റാണ്. ഹു സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയട്രി വെൻ ഹി വാസ് ഓൺലി 10 വയസ്സിൽ അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അറ്റ് 12 ഹിസ് മീറ്റിംഗ് വിത്ത് ഗബ്രിയേൽ മിസ്ട്രൽ turned out to be a great inspiration in his poetic career. 12-ാം വയസ്സിൽ ഗബ്രിയേല മിസ്ട്രൽ എന്ന് പറയുന്ന കുട്ടിയെ കണ്ടുമുട്ടിയത് മുതൽ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് കരിയറിൽ വലിയൊരു ഇൻസ്പിറേഷൻ ആയെന്നാണ് പറയുന്നത്. നെരൂഡ became famous after the publication of his collection 20 love poems and a song of despair in 1924. 1924 അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം ആയിട്ടുള്ള 20 ലവ് പോയിംസും അതുപോലെ എ സോങ് ഓഫ് ഡെസ്പെയറും വന്നതിന് ശേഷമാണ് അദ്ദേഹം ഫേമസ് ആയത്. ദ ലവ് പോയിംസ് ഇൻ ഹിസ് കളക്ഷൻ ലുക്ക്ഡ് അറ്റ് ദി വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലവ് ഫ്രം എൻ അൺകൺവെൻഷനൽ ആംഗിൾ. അൺകൺവെൻഷനൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ യാതൊരു നിയമത്തിനും വിധേയമാകാത്ത ഒരു ആംഗിളിലുള്ള ലവ് പോയിംസ് ആയിരുന്നു അദ്ദേഹത്തിന്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ഹി വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1971. 1971 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലിറ്ററേച്ചറിൽ കിട്ടിയിട്ടുണ്ട്. Tonight I can write the saddest line was originally written in Spanish. ശരിക്ക് സ്പാനിഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു കവിതയായിരുന്നു ഇത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ W.S. മർവിൻ ഇൻ 1969. 1969 W.S. മർവിൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു കവിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് പോം ഈസ് അബൌട്ട് മെമ്മറീസ് ഓഫ് എ ലോസ്റ്റ് ലവ് ആൻഡ് ദ പെയിൻ ദാറ്റ് ക്യാൻ കോസ്. ഇത് ഈ ഒരു കവിതയിൽ കാണുന്നത് ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദനകളും അത് അദ്ദേഹത്തെ എങ്ങനെ ബാധിച്ച് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ത്രൂ ഔട്ട് ദ പോയിം ദ സ്പീക്കർ റീകോൾസ് ദ ഡീറ്റെയിൽസ് ഓഫ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് നൗ ബ്രോക്കൺ. ഈ ഒരു കവിതയിൽ മൊത്തം ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളും അത് ഇപ്പോൾ ഇല്ല, ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. Tonight I can write the saddest lines. Write for example, the night is shattered and the blue stars shiver in the distance. The night wind revolves in the sky and sings. Tonight I can write the saddest lines. I loved her and sometimes she loved me too. ഈ ഒരു കവിതയുടെ ഈ വരികളിൽ speakers begins by saying that finally he can write the saddest line which is there is in his mind for some time. അദ്ദേഹം നഷ്ടപ്രണയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്കിന്ന് ഏറ്റവും വിഷമമുള്ള ആ വരികൾ എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് കുറച്ച് നേരത്തിന് ഉണ്ടാവുള്ളൂ. വിച്ച് ഈസ് ദർ ഇൻ ഹിസ് മൈൻഡ് ഫോർ സം ടൈം. ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദന കുറച്ച് നേരം ഇങ്ങനെ നിറഞ്ഞു പൊന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പൊന്തി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ സാഡായിട്ടുള്ള ലൈൻസ് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ദ സ്പീക്കർ ആസ് വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈവൻ ഫ്രം ദ ബിഗിനിങ് ഈസ് എ ബ്രോക്കൺ ലവർ. അപ്പോൾ ഈ കവിതയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇവിടെ ആരാണ് സ്പീക്കർ? എ ബ്രോക്കൺ ലവറാണ്. അപ്പോൾ കവിതയുടെ ആദ്യ വരി വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ദി ഇമേജസ് ലൈക്ക് ദ ഷാറ്റേർഡ് night and shivering blue stars indicates the depth of his sadness. Shattered night, ചിന്നിച്ചിതറിയ രാത്രി, അതേപോലെ ഷിവറിങ് സ്റ്റാർസ്, വിറക്കുന്ന സ്റ്റാർസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ ആഴം. Through nights like this one I held her in my arms. I kissed her again and again under the endless sky. She loved me sometimes and I loved her too. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അല്ലേ. ചില സമയങ്ങളിൽ അവൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, അതേപോലെ തന്നെ ഞാൻ അവളെയും സ്നേഹിച്ചിരുന്നു. How could one not have loved her great still eyes? എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ ഇത്രയധികം എൻഡ്ലെസ് ആയിട്ട് ലവ് ചെയ്യാൻ പറ്റുന്നത്? വരികൾ ശ്രദ്ധിക്കൂ.
ഐ ലവ്ഡ് ഹെർ ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ അവളും എന്നെ സ്നേഹിച്ചിരുന്നു. വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലേ. ഷീ ലവ്ഡ് മീ സംടൈംസ്, അവൾ എന്നെ ചിലപ്പോഴേ സ്നേഹിച്ചിട്ടുള്ളൂ. ആൻഡ് ഐ ലവ്ഡ് ഹർ ടു, അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ അവളെയും സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ സമയത്തും എല്ലാവർക്കും ഒരു കാമുകന്മാരായിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ. ചില സമയത്തൊക്കെ അവർ നോർമലി വേറെ വല്ല കാര്യങ്ങളിലും എൻഗേജ് ചെയ്തിരിക്കുന്ന ആളുകളാവും. അപ്പോൾ ആ ഒരു പ്രണയം ചിലപ്പോഴെങ്കിലും ഒന്ന് കുറവായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. Tonight I can write the saddest lines, to think that I do not have her, to feel that I have lost her. അവളില്ലാത്ത ഒരു ദിവസം അല്ലേ. He knows that the night is immense. വളരെ കനപ്പെട്ടതാണ് ആ രാത്രി എന്ന് എനിക്കറിയാമായിരുന്നു. ബട്ട് വിത്തൗട്ട് ഹർ ഇറ്റ് സീംസ് മോർ ഇമ്മൻസ്. അതിനേക്കാൾ ഘനം അവളില്ലല്ലോ എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് വരുന്നത്. ഓ ഡാർക്ക്, അതുപോലെ തന്നെ വളരെ ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു അവളില്ലാത്ത ആ ഒരു രാത്രി. The words of this poem falls to his soul like dew to the pasture. പുൽത്തകിളിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെയാണ് ഈ ഒരു വരി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് വീഴുന്നത് എന്നാണ് പറയുന്നത്. ദിസ് ലൈൻ സജസ്റ്റ് ദാറ്റ് ദ ഗ്രേറ്റ് പോംസ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ഡീപ്പ് ഇമോഷൻസ് ആൻഡ് ഇറ്റ് കംസ് നാച്ചുറലി ലൈക്ക് ഡ്യൂ ഡ്രോപ്സ് വിച്ച് ഫോൾസ് ടു ദ പാസ്റ്റർ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ വളരെയധികം പവർഫുൾ ഇമോഷൻസ് ഉണ്ടാകുമ്പോഴാണ് നല്ല കവിതകൾ വരുന്നത് എന്നാണ്. അത് സ്വാഭാവികമായിട്ട് ഒരു മഞ്ഞുതുള്ളി പുൽത്തകിടിലേക്ക് വീഴുന്നത് പോലെയാണ് വരുന്നത് എന്നാണ് ഈ വരികളിൽ പറയുന്നത്. ഈ വരികളിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയം ഇനി ഒരിക്കലും അവളെ തിരിച്ചു കൊണ്ടുവരില്ല എന്നാണ്. ഹിസ് ലവ് കുഡ് നോട്ട് ഹോൾഡ് ഹർ ബാക്ക്. ഇനി ഒരിക്കലും അവളെ തിരികെ കൊണ്ടുവരാൻ ആ പ്രണയത്തിന് കഴിയില്ല. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ ദാറ്റ് മൈ ലവ് കുഡ് നോട്ട് കീപ്പ് ഹർ. എത്ര അർത്ഥവത്തായ വരികളല്ലേ. കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആ ഒരാളുടെ വില മനസ്സിലാവില്ല, പക്ഷെ അവർ പോയി കഴിയുമ്പോഴാണ് അവരുള്ളപ്പോൾ അവരെത്ര വിലപ്പെട്ടതായിരുന്നു, അവർ തന്ന സമ്മാനങ്ങൾ, അവരുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുക. ദ നൈറ്റ് ഈസ് ഷാറ്റേർഡ് ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ. ഇപ്പോൾ എങ്ങനെയാണ് രാവൊക്കെ ആകെ ചിന്ന ഭിന്നമായിട്ടാണ് കിടക്കുന്നത്. ഇനി അവൾ ഒരിക്കലും തൻ്റെ കൂടെ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഓൾ. ഇൻ ദ ഡിസ്റ്റൻസ് സം വൺ ഈസ് സിംഗിങ്. ഇൻ ദ ഡിസ്റ്റൻസ് മൈ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ദാറ്റ് ഇറ്റ് ഹാസ് ഹെർ ലോസ്റ്റ്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ആരുടെയൊക്കെ പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ആ പാട്ടൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ സംഗീതം അവളായിരുന്നു, അവൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. മൈ സഡ് സെർച്ചേഴ്സ് ഫോർ ഹർ ആസ് ദോ ടു ഗോ ടു ഹർ. മൈ ഹാർട്ട് ലുക്സ് ഫോർ ഹർ ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ. ഇതൊക്കെ കൂടെ ഉള്ളപ്പോൾ ഒരു പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ സ്നേഹം ഒരിക്കലും വിട്ടുപോകുമില്ലായിരുന്നു അല്ലേ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിരയുന്നത് അവളെയാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ അവൾ മാത്രം കൂടെയില്ല. ദ സെയിം നൈറ്റ് വൈറ്റനിങ് ദ സെയിം ട്രീസ്, വി ഓഫ് ദാറ്റ് ടൈം വി ആർ നോ ലോങ്ങർ ദ സെയിം. എല്ലാതും അതുപോലെ തന്നെയുണ്ട്, പക്ഷേ പോയിറ്റിൻ്റെ ലവറും മാത്രം അതുപോലെയല്ല എന്നാണ് പറയുന്നത്. ഐ നോ ലോങ്ങർ ലവ് ഹർ, ദാറ്റ് ഈസ് സർട്ടൻ. ഞാൻ അവളെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എന്ന് പറയാമെന്ന്. കാരണം യാഥാർത്ഥ്യം ഫാക്റ്റാണ് അല്ലേ. അവൾ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളൊരു ഫാക്റ്റിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ബട്ട് ഹൗ ഐ ലവ്ഡ് ഹർ. പക്ഷെ എങ്ങനെയായിരുന്നു ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത്. മൈ വോയിസ് ട്രൈ ടു ഫൈൻഡ് ദ വിൻഡ് ടു ടച്ച് ഹർ ഹിയറിങ്. എൻ്റെ ശബ്ദം അവളുടെ കാതുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. അനദേഴ്സ്, ഷീ വിൽ ബി അനദേഴ്സ്. മറ്റൊരാളുടെയാണ്, അനദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റൊരാളുടെ, ഏതോ ഒരാളുടെ സ്വന്തമാണ് ഇപ്പോൾ അവൾ. ലൈക്ക് മൈ കിസ്സസ് ബിഫോർ, ഹർ വോയിസ്, ഹർ ബ്രൈറ്റ് ബോഡി, ഹർ ഇൻഫിനിറ്റ് ഐസ്, ഇതെല്ലാം ഇപ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമാണ്. I no longer love her, that is certain, but maybe I love her. Love is short, forgetting is so long. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നില്ല എന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിൻ്റെ ഒപ്പം പറയുന്നുണ്ട് ബട്ട് മേ ബി ഐ ലവ് ഹർ, പക്ഷെ ഞാൻ ഒരു പക്ഷേ അവളെ സ്നേഹിച്ചിരിക്കും. ലവ് ഈസ് സോ ഷോർട്ട്,